നമ്മുടെ മുമ്പിലുള്ളത് ഈ കാറുകാരൻ ഇവനിങ്ങനെ ഞരങ്ങിയാ പോണേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വേണ്ട, ഈ ലെഫ്റ്റ് സൈഡിൽ പോണ ട്രക്ക് എത്ര സ്പീഡിലാണ് പോകണമെന്ന് നോക്കിക്കേ. കാരണം അവർ പോയിട്ട് അത്യാവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ലെഫ്റ്റ് ലൈൻ പിടിച്ച് ലെഫ്റ്റ് ലൈൻ ഡോമിനേറ്റ് ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് പോയേ പറ്റുള്ളൂ. ഇതേപോലെ പാട്ടും പാടി നിൽക്കാൻ സമയമില്ലല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹെവലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി കൊളംബസിൽ വന്ന് കിടക്കുമായിരുന്നല്ലോ. രാവിലെ എണീറ്റ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡോക്ക് കിട്ടി, നമ്മൾ ബാക്കപ്പ് ഇട്ടേക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ലോഗ് കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ആയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 5 miles/hour താഴെ പയ്യെ ഇങ്ങനെ നിരക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ലോഗ് അനങ്ങിയല്ല. അപ്പം ഒരു പർട്ടിക്കുലർ ഏരിയ വിട്ട് പോകാനും പറ്റുമല്ലോ. ഒരു 3 മൈൽ 4 mile/hour സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിരക്കിക്കൊണ്ട് പോകണം. അങ്ങനെ നമ്മൾ ബാക്കപ്പ് ഇട്ടിട്ടുണ്ട്. അവർ ഓൾറെഡി ഡെലിവറി എടുത്ത് തുടങ്ങി. നമ്മൾ ഏകദേശം 8 മണിക്കൂർ നമ്മുടെ റെസ്റ്റ് ബ്രേക്ക് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മളെ US നമുക്ക് 10 മണിക്കൂർ റെസ്റ്റ് ബ്രേക്ക് ആണല്ലോ വേണ്ടത്, നമ്മുടെ ഡ്രൈവിംഗ് ടൈം റീസെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ 10 മണിക്കൂർ എന്നുള്ളത് സ്പ്ലിറ്റ് ഷിഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നെങ്കിൽ 8ഉം 2ഉമായിട്ട് 8 മണിക്കൂറിൻ്റെ ഒരു കണ്ടിന്യൂസ് ഇത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 മണിക്കൂർ ഓടിക്കാൻ കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും ബാക്കി 2 കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പർ ബർത്തിൽ തന്നെ എടുത്താൽ മതി. അങ്ങനെ ഒന്നെങ്കിൽ 8ഉം 2ഉമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ 7ഉം 3ഉമായിട്ട് എടുക്കാം. ഈ 8ഉം അല്ല 7ഉം വേണം ആദ്യം വരാൻ വേണ്ടിയിട്ട്, അല്ലാതെ 3ഉം 7ഉമായിട്ടും അല്ലാതെ 2ഉം 8ഉമായിട്ട് എടുക്കാൻ പറ്റിയല്ലോ കേട്ടോ. അപ്പം ഇൻ കേസ് നമുക്ക് പിക്കപ്പ് കിട്ടുവാണെങ്കിൽ ആ രീതി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. കാരണം കിട്ടുവാണെങ്കിൽ കൊളംബസിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് പിക്കപ്പ് കിട്ടുന്നത്. അപ്പം നമ്മൾ മിക്കപ്പോഴും രാത്രിയിലായിരിക്കുമല്ലോ കിടന്നുറങ്ങുന്നത്. ഇപ്പം നല്ല ചൂട് സീസണും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ വിൻഡോസ് 2ഉം പയ്യെ ഒന്ന് പൊക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ മോസ്കിറ്റോ നെറ്റ് പോലത്തെ ഒരു ചെറിയ നെറ്റ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ. പ്രാണികളൊന്നും അകത്തേക്ക് കയറി വരാണ്ടിരിക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ കാറ്റ് കയറും. അപ്പോൾ ഇത് കൂടാതെ വേണ്ട അവിടെ കണ്ടോ, നമ്മുടെ വണ്ടി അറിയാമല്ലോ, നമ്മുടെ മോൾ ഭാഗത്തും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കിളിക്കൂട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടേ. പക്ഷേ സംഭവം എന്താണെന്നറിയോ, നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല സിംഗിളിൽ. കാരണം നമ്മൾ ഈ ഡെലിവറി ലൊക്കേഷനിൽ പോയി കിടക്കുന്നതുകൊണ്ട് അവിടുത്തെ നെയ്ബർഹുഡ് എങ്ങനെയാണ്, വല്ല തെഫ്റ്റ് ഉണ്ടാവുമോ? തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോഡ് കട്ടുകൊണ്ട് പോകാൻ വരുന്നവരും ട്രക്ക് കട്ടുകൊണ്ട് പോകാൻ വരുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ രാത്രി പാർക്ക് ചെയ്ത് കിടക്കുന്ന വണ്ടികളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കങ്ങ് കിടന്നുറങ്ങില്ല. 10 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുമല്ലേ, സുഖമായിട്ട് ഉറങ്ങാമല്ലോ എന്നുള്ള ഒരു സാധനമൊന്നുമില്ല. കാരണം നമ്മൾ എന്ത് ചെറിയൊരു ഒച്ച കേട്ടാലും അല്ലെ എന്ത് ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്നാലും നമ്മൾ ചാടി എണീറ്റ് മൊത്തത്തിൽ നോക്കണം എല്ലാം ഓക്കെ ആണോ, ലോഡ് വല്ലതും കക്കുന്നുണ്ടോ, കള്ളന്മാർ വല്ലതും ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. നമ്മളോട് അലയൻസ് എന്ന് പറയുന്ന ഒഹായോയിലെ അലയൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വല്ല പിക്കപ്പും കാണുവേ. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് ഷിഫ്റ്റിൽ വേണ്ടേ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. വേണ്ട, ഇതാണ് നമ്മുടെ ലോഗ്. വേണ്ട ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 8 hours and 32 minutes ആയിട്ടുണ്ട് നമ്മുടെ സ്ലീപ്പർ ബർത്തിലെ ടൈമേ. വേണ്ട, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ അവൈലബിൾ ഡ്രൈവ് ടൈമും ഷിഫ്റ്റിൻ്റെ ടൈമും ബ്രേക്കും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത്. വേണ്ട, ഇപ്പോൾ ഷോ സ്പ്ലിറ്റ് ക്ലോക്സ് എന്ന് കാണിച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ടോ 2 മണിക്കൂറും 40 മിനിറ്റും നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ 8 മണിക്കൂറത്തെ റെസ്റ്റിൻ്റെ പേരിൽ നമുക്ക് ഓടിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഇത്ര വേണ്ട ബ്രേക്ക് ടൈം 3:45 3.5 മണിക്കൂർ അല്ലെ 3.25 മണിക്കൂറിൽ നമ്മൾ ആ ബാക്കി 2 hours കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് അലയൻസിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഹൈവേ കയറി കേട്ടോ. പിന്നെ ചെറിയൊരു തിരുത്തുണ്ടേ, വേറൊന്നുമല്ല.
നമ്മൾ അലയൻസിലേക്ക് ആദ്യം പൊക്കോളാൻ പറഞ്ഞില്ലായിരുന്നോ? അലയൻസിൽ നിന്ന് ഹാഫ് ലോഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പിക്കപ്പ് എടുക്കേണ്ട വരുമായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ സ്പ്ലിറ്റ് ഷിഫ്റ്റിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ഥലത്ത് എന്നിട്ട് അവിടെ നിന്ന് പിക്കപ്പ് എടുത്തിട്ട് 2 മണിക്കൂറും കൂടെ ബാക്കി സ്ലീപ്പർ ബർത്ത് ഇട്ടാലേ നമുക്ക് പിന്നീട് ഡ്രൈവിംഗ് ടൈം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ പിക്കപ്പ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. അത് വേറൊന്നുമല്ല, പെറിസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒഹായോയിൽ തന്നെയുള്ള പെറിസ്ബർഗ്. അവിടെ നിന്ന് ആകുമ്പോൾ ഒറ്റ പിക്കപ്പ് നമുക്ക് എടുക്കുകയും ചെയ്യാം. നമ്മുടെ റീസെറ്റ് അല്ലേ മറ്റേ മിച്ചമുള്ള 2 മണിക്കൂർ സ്ലീപ്പർ ബർത്തിൽ ഇടുകയും ചെയ്യാം. നമ്മൾ നേരെ പെറിസ്ബർഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു സൺലൈറ്റൊക്കെ അങ്ങ് മാറിയിട്ട് മൊത്തത്തിൽ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ തുടങ്ങിയേ. വേറെ ഒരു മഴയ്ക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി ആണെങ്കിലും നല്ല മഴയുണ്ടായിരുന്നല്ലോ. At the stop sign, then keep right. Keep right on Groveport Road. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഴ തുടങ്ങി കേട്ടോ. ശക്തമായിട്ടുള്ള ഒരു മഴയായിരുന്നു. പക്ഷെ ഇപ്പം മഴയൊന്ന് കുറഞ്ഞു. ചെറിയ ടണലൊക്കെ കയറി നമ്മൾ പെറിസ്ബർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ കയ്യിലാണെങ്കിൽ ലോകമുള്ളൂ കറക്റ്റ് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഈ മഴയും കുഴയൊക്കെ നമ്മളെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എന്ത് ചെയ്യുമെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വെറുതെ അനാവശ്യമായ ടെൻഷനുകളാണ് എപ്പോഴും മനസ്സിൽ. സമയം പോണത് അറിയാല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന യൂട്യൂബിലും കൂടെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ടെൻഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് മനസ്സിലുള്ളത് നമുക്ക് ഇതിങ്ങനെ വിഷ്വൽസ് എടുക്കാനും വിശേഷങ്ങൾ പറയാനും ഒക്കെയുള്ള ആ ഒരു മാനസിക നിലയെ തളർത്തിക്കളയും. നോർത്ത് അമേരിക്കൻ ഹൈവേകളിൽ 2 തരത്തിലുള്ള ട്രക്കേഴ്സിനായിരിക്കും നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. മണിക്കൂറിന് പൈസ മേടിക്കുന്നവരും ഓടുന്ന മൈലിനനുസരിച്ച് പേയ്മെൻറ്റ് വാങ്ങുന്നവരും. ചിലരെ കണ്ടിട്ടില്ലേ, എത്ര തിരക്കില്ലാത്ത ഹൈവേ ആണെങ്കിലും സ്പീഡ് ലിമിറ്റിലും പയ്യെ എല്ലാ നിയമങ്ങളുമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ പാലിച്ച് ഓടിക്കുന്ന ട്രക്കേഴ്സ്. ഇത്തരം നല്ലവരായ ഉണ്ണിമാരാണ് റോഡിലെ മറ്റ് യാത്രക്കാരെ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നത്. കാരണം ഇവർക്ക് മാക്സിമം സമയം റോഡിൽ ചിലവഴിച്ച് ഷിഫ്റ്റ് തീർത്ത് മണിക്കൂറിൻ്റെ പൈസ മേടിക്കുക എന്നുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യം. ഇതിൻ്റെ എക്സ്ട്രീം വേർഷനിൽ പെട്ട് ചിലരെ എനിക്കറിയാവുന്നത് അവരുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി ഏറ്റവും ബ്ലോക്കുള്ള റോഡ് നോക്കി പോകുന്നതാണ്. അടുത്ത സെക്ഷൻ ഓടുന്ന മൈലിന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നവർ. നമ്മളെപ്പോലുള്ള ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവേഴ്സിനെല്ലാം ഇങ്ങനെയാണ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര തിരക്കിനിടയിലും ഇത്രയും വലിയ വണ്ടിയും കൊണ്ട് കുത്തിക്കയറ്റി പാഞ്ഞു പോകുന്ന ട്രക്കേഴ്സിനെയൊക്കെ കാണാറില്ലേ? ഞങ്ങളൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ്. റോഡിൽ ഏറ്റവും കൂടുതൽ അലമ്പുണ്ടാവുന്നത് 1-2 ലൈൻ മാത്രമുള്ള ഹൈവേകളിൽ ഈ മണിക്കൂറുകാർ ബ്ലോക്ക് ചെയ്ത് ഓടിക്കുമ്പോഴാണ്. കാനഡയിലെ 427 എന്നൊരു ഹൈവേ ഉണ്ട്. അത് ഇവരുടെ ഒരു സ്ഥിര സ്പോട്ടാണ്. പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോകമാണ് തീരാറുമായി. അടിപൊളി, ഇപ്പം തീരും എന്ന് ഓർത്തിട്ട് ഈ സിഗ്നലാണെങ്കിൽ ഒട്ട് തീരുന്നുമില്ല, മഴയാണെങ്കിൽ നിൽക്കുന്നുമില്ല. ശരിക്കും 55 മൈൽസ് പെർ ഹവറിൽ പോകേണ്ട റൂട്ടാണ്. അതായത് നമ്മുടെ 89 കിലോമീറ്റർ പെർ ഹവറിൽ. എല്ലാ വണ്ടികളും മഴ ആയതുകൊണ്ടൊക്കെ നിരങ്ങിയാണ് പോകുന്നത് കേട്ടോ. തന്നെയല്ല കണ്ടിന്യൂസ് സിഗ്നൽ. ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ പിക്കപ്പ് എടുക്കാനുള്ളടത്ത് എത്താനെന്നാ. 188 കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ടെൻഷൻ. നമ്മുടെ വീഡിയോയിൽ ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും ഈ ലെഫ്റ്റ് ലൈൻ ഡോമിനേറ്റ് ചെയ്തിട്ടാണല്ലോ പോണത്, ലെഫ്റ്റ് ലൈൻ പാസിങ്ങിന് മാത്രമുള്ളതല്ലേ, നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിക്കൂടെ എന്നൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെവി വെഹിക്കിൾസിന് റൈറ്റ് ലൈൻ എന്നുള്ള ഒരു സാധനം അത് ഇപ്പം ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മേജർ ഹൈവേകളിലുണ്ടല്ലോ അവിടെ നോ ട്രക്ക് റൂട്ട് ഉണ്ടാവും. അതായത് 3 ലൈനുള്ള റോഡുകളാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ലെഫ്റ്റ് ലൈൻ അത് നോ ട്രക്ക് റൂട്ട് ആയിരിക്കും. അതേസമയത്ത് ഈ അതർ 2 ലൈൻസ് ഉണ്ടല്ലോ, ആ 2 ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ട്രക്കിന് വേണ്ടിയിട്ടെന്നുള്ളതല്ല, സ്ലോ മൂവിങ് വെഹിക്കിൾസിനാണ് ആ ലൈൻസ് ഉള്ളത്. അപ്പോൾ ഏത് വണ്ടി പയ്യെ പോയാലും ആ വണ്ടികളാണ് റൈറ്റ് ലൈനിലേക്ക് പോകേണ്ടത്. ഇപ്പം ഒരു ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നവർ ട്രക്കുകളായിരിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ലീഗലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കംപ്ലൈൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ലോഡും വണ്ടികളും എക്യുപ്മെൻറ്റും എല്ലാം. അതേസമയം നമ്മുടെ നാട്ടിലെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് ബ്രിഡ്ജ് വേണം പോകാൻ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇപ്പം മറന്നു പോയിട്ടോ നാട്ടിലെ ആ ഒരു രീതി. നമ്മൾ ഏത് ആ സ്ലോ മൂവിങ് ലൈന്, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികളൊക്കെ ഭയങ്കര വലിയ രീതിയിൽ ഇപ്പോൾ കച്ചിയൊക്കെ കയറ്റി എത്ര വലിയ വണ്ടികളായിരിക്കും. അതോടൊപ്പം തന്നെ കാറിനോടൊപ്പം പെർഫോം ചെയ്യാൻ പറ്റാത്ത വണ്ടികളായിരിക്കും നമ്മുടെ നാട്ടിലുള്ള വണ്ടികൾ. അതുകൂടാതെ റോഡ് വണ്ടിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ.
റോഡിൻ്റെ സ്ഥിതി കൊണ്ട് തന്നെ നമ്മൾ ഈ ഹെവി ലോഡ് എടുത്ത് വരുന്ന വണ്ടികൾക്കൊക്കെ ഇപ്പോൾ കട്ടറും ബമ്പും അതും ഇതൊക്കെ ഉള്ളപ്പോൾ കോൺസ്റ്റൻറ്റ് ബ്രേക്കിങ്ങും കാര്യങ്ങളും ആയപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മോശം കിട്ടുമല്ലോ. അത് നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കിക്കുക, നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു ദിവസം കവർ ചെയ്യേണ്ടത് ചിലപ്പോൾ 1000 കിലോമീറ്ററൊക്കെ ആയിരിക്കും 10 മണിക്കൂറിൽ. ഒരു സാധാരണ കാറിൽ പോകുന്ന ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല. അവന് ചിലപ്പം ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഗ്രോസറി മേടിക്കാനോ അങ്ങനെയൊക്കെ പോകുന്ന കൂടിപ്പോയ ഒരു 30 കിലോമീറ്ററിലേക്കായിരിക്കും അവൻ ട്രാവൽ ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ബാക്കി കുറച്ച് പേരുള്ളത് അവരൊരു ലോങ് ട്രിപ്പ് ഫാമിലി ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെക്കേഷൻ മൂഡിലായിരിക്കും. ഒരു 99% അങ്ങനെ ലോങ് ട്രിപ്പ് പോകുന്ന ആൾക്കാരും. അപ്പോൾ അവരെ സംബന്ധിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് കാഴ്ചയൊക്കെ കണ്ട് പയ്യെ അങ്ങ് സൈഡിൽ കൂടെ പോകാമെന്നുള്ളൂ. അതേസമയം നമ്മളെ സംബന്ധിച്ചോ, നമ്മൾ കൊമേഴ്ഷ്യൽ ഡ്രൈവിങ് ചെയ്യുന്നവർ നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ എ നിന്ന് ഡെസ്റ്റിനേഷൻ ബിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണ്ട നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് 250 കിലോമീറ്റർ ആയിരുന്നു, ഏകദേശം 250 കിലോമീറ്റർ ആയിരുന്നു ഉള്ളത്. അത് നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കവർ ചെയ്യണം. അപ്പം മഴ വന്നാലും ട്രാഫിക് വന്നാലും ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണ്ടാവും. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മളെ പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് എന്ന് വിളിക്കുന്നത്, ഡ്രൈവേഴ്സ് എന്നല്ലല്ലോ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എമർജൻസിയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേണ്ട ഇപ്പോൾ നമ്മൾ തന്നെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്പീഡ് 65 km/h, സോറി 65 miles/h, 105 km/h. നമ്മുടെ മുമ്പിലുള്ളത് ഈ കാറുകാരൻ ഇവനിങ്ങനെ ഞരങ്ങിയാണ് പോണേ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വേണ്ട, ഈ ലെഫ്റ്റ് സൈഡിൽ പോണ ട്രക്ക് എത്ര സ്പീഡിലാണ് പോകണമെന്ന് നോക്കിക്കേ. കാരണം അവർ പോയിട്ട് അത്യാവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ലെഫ്റ്റ് ലൈൻ പിടിച്ച് ലെഫ്റ്റ് ലൈൻ ഡോമിനേറ്റ് ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് പോയേ പറ്റുള്ളൂ. ഇതേപോലെ പാട്ടും പാടി നിൽക്കാൻ സമയമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് കൺട്രി റോഡുകളും 2 ലൈൻ റോഡുകളും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലൈൻ ഡോമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എപ്പോഴും നമ്മൾ പാസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ വേക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റൈറ്റിലേക്ക് കയറുകയും ചെയ്യും. തന്നെയല്ല, അത് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ മര്യാദയാണ് കേട്ടോ, ലെഫ്റ്റ് ലൈൻ ഡോമിനേറ്റ് ചെയ്യാന്നുള്ളത്. ലെഫ്റ്റ് ലൈൻ പാസിംഗ് ലൈനാണ്, റൈറ്റ് ലൈനാണ് ട്രാവലിംഗ് ലൈൻ. അല്ലാതെ സ്ലോ മൂവിങ് വെഹിക്കിളോ അല്ല ഇന്ന വെഹിക്കിള് ഈ ലൈനിൽ പോകാന്നുള്ളതല്ല. എല്ലാ വണ്ടികളും ഈ റൈറ്റ് ലൈൻ പിടിച്ചിട്ടാണ് പോകേണ്ടത്. പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ലെഫ്റ്റ് ലൈനിൽ കയറേണ്ടത്. ആ വണ്ടീനെ വല്ല ഫ്രണ്ടിലുള്ള ഒബ്സ്റ്റക്കിളിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റൈറ്റ് ലൈനിലേക്ക് വരുകയും വേണം. GPS-ലാകെ കൺഫ്യൂഷൻ കേട്ടോ, പെട്ടെന്ന് വളയുവാണേ. ട്രക്ക് GPS കാണിക്കുന്ന ലൊക്കേഷൻ അല്ല ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ട്രക്ക് GPS ഇച്ചിരി വള്ളിയായിട്ട് നമ്മളെ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പം തിരിച്ച് ഗൂഗിൾ മാപ്പ് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ നോക്കുക. നിറയെ മരങ്ങളെല്ലാം അങ്ങ് താന്ന് നിന്ന് ആകെ ടെൻഷനാണ്. ഫ്രണ്ടിൽ വല്ല ലോ ബ്രിഡ്ജോ ലോ ഹാങ്ങിങ് വയറോ വല്ലതും ഉണ്ടായിരുന്നോന്ന്. അങ്ങനെ നോക്കുമ്പോൾ വേണ്ട നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പെട്ടെന്നൊരു ട്രക്ക് വളഞ്ഞിട്ടുണ്ട്. അത് ട്രക്ക് പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നത്. തന്നെയല്ല, അതൊരു ഡേ ക്യാബാണ്. ഇപ്പോൾ ഡേ ക്യാബ് ആയതുകൊണ്ട് തന്നെ അവൻ ഇതുവഴിയൊക്കെ സ്ഥിരം പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അനുഗ്രഹിച്ച് ട്രക്കിന് വള്ളിയൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നേരെ നമുക്ക് പോയി അവിടെ ഒന്ന് എത്തി കിട്ടിയാൽ മതിയായിരുന്നു. റോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ കൺജസ്റ്റഡ് റോഡ്സ് കേട്ടോ. ഫുള്ള് ഇന്റർസെക്ഷൻ എടുത്തിട്ട് വേണം നമുക്ക് ടേൺസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹലോ രൂപി, ഓക്കെ ഓക്കെ. എൻ്റെ പൊന്നെ മച്ചാന്മാരെ, അതിൻ്റെ ഇടയിൽ ബ്രോക്കർ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ലോഡ് എടുത്തോ അപ്ഡേറ്റ് ആണെന്ന് പറഞ്ഞോട്ടെ. നമ്മളാണെങ്കിൽ GPS മാറിയിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴികളും. അവന് ഓടിച്ചെന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഡോക്കുണ്ട്.
ആ ഡോക്കിൽ പോയി ബാക്കപ്പ് ഇട്ടോളാൻ പറഞ്ഞു. നമുക്ക് കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് പോകാം. അപ്പൊ ഈ ബ്രോക്കർ വിളിക്കുമ്പോഴേ വിളിക്കും. വേണ്ട, നിങ്ങളെ ട്രെയിലർ വളയുന്നത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങൾക്ക് ക്യാമറ ഇച്ചിരി തിരിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, നമുക്ക് തീരെ സ്പേസ് ഇല്ല കേട്ടോ. നമ്മുടെ ട്രെയിലറിൻ്റെ ടയറ് ആ കുഴിയിൽ കഷ്ടിച്ചായിരിക്കും കയറി പോരുന്നത്. പ്രത്യേകിച്ച് മഴ ആയതുകൊണ്ട് നമുക്ക് ഗ്രാസിലേക്ക് കണ്ടോ, ഗ്രാസിലേക്ക് ഇറക്കാൻ പറ്റില്ല. കാരണം ഗ്രാസ് നിറയെ ചെളി ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് ടയർ കണ്ടോ കഷ്ടിച്ച കയറി പോരുന്ന. 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കുഴിപ്പെട്ടു പോകും. ഒരു ഡോറ് തുറക്കട്ടെ. വേണ്ട, ഈ കാണുന്ന ഡോക്കിലേക്കാണ് നമുക്ക് ഇടേണ്ടത്. അപ്പം സിംഗിള് അല്ല ഷോർട്ട് ഓടിക്കുന്നതിൻ്റെ അനദർ പ്രശ്നം ഇതാട്ടോ, കോൺസ്റ്റന്റ്ലി നമുക്ക് പിക്കപ്പും ഡെലിവറിയും ബോർഡർ അങ്ങനെ തിരക്കായിരിക്കും. തിരക്ക് നമ്മുടെ ലാൻഡ് ഡ്രൈ ആയിരുന്നെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇത് മഴ പെയ്ത് ചെളിയൊക്കെ നിറയെ പടിൽസും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെളിവെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലേ. ടയർ താഴ്ന്നു പോവാതെ നമ്മൾ നോക്കണം. ഇത് വലിയ ടാസ്ക്കാണ്. അതിൻ്റെ ഇടയിൽ ഇത് വണ്ടി പഴയ വണ്ടി ആയതുകൊണ്ട് സ്റ്റിയറിംഗ് ഒന്നും ഒരു സ്മൂത്ത് അല്ല കേട്ടോ. മറ്റേ വീട്ടിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കിടന്ന് കറങ്ങുമായിരുന്നേ. അങ്ങനെ ഇട്ടു. വേണ്ട, നമ്മുടെ മുമ്പിലുള്ള വെള്ളക്കെട്ടുകൾ കണ്ടോ, നിങ്ങൾ നോക്കിക്കേ. ഈ വെള്ളക്കെട്ടിലും ആ ഗ്രാസിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് കൊണ്ട് ഏതെങ്കിലും ഒരു ടയർ താന്നു പോയായിരുന്നെങ്കിൽ കട്ടയ്ക്ക് പണിയായി, 8ൻ്റെ പണിയായാനെ. നമുക്ക് അങ്ങോട്ട് വലിച്ചിടാതെ ബാക്കിപ്പെടാൻ പറ്റും. അതാണ് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത്. കാരണം കിടന്ന് കറങ്ങാനാണ്, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, വെറുതെ 8ൻ്റെ പണിയായാനെ. പിന്നെ ഒരു പരിധി വരെ എന്നല്ല, നമുക്ക് ട്രക്ക് GPS-കളെ 100% ട്രസ്റ്റ് ചെയ്യാനും പറ്റിയല്ലോ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ ഓൾഡൻ ടൗണുകളിലേക്കൊക്കെ പിക്കപ്പ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പം നമ്മൾ എപ്പോഴും ഗൂഗിൾ മാപ്പായിട്ട് മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ആ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഓൾഡ് ടൗൺ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഇന്ന് നമ്മൾ ആ വന്ന ഏരിയയിലൊക്കെ എനിക്കറിയത്തില്ല കാരണം നിങ്ങൾ എത്രമാത്രം മനസ്സിലാവുമെന്ന്. കാരണം നമ്മൾ അതുപോലെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോഗ് ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു. എങ്ങാനും എവിടെയെങ്കിലും സ്റ്റക്കായി പോയി നമ്മുടെ ലോഗ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസുകാരൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലോഗ് ഔട്ടായിട്ട് നിൽക്കും. ഇൻ കേസ് നമ്മളെ പുൾ ഓവർ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലേ. കാരണം എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്കാക്കി നമ്മൾ നിന്ന് സ്റ്റക്കായി. കാരണം നമ്മുടെ സിംഗിൾ ലൈനില്ലേ പുറകിലെല്ലാം ട്രാഫിക്കും ബ്ലോക്ക് ചെയ്ത് വെക്കില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി പോകും, പോവാണ്ട് സ്റ്റക്കായി പോയാലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ ദൈവം നമ്മുടെ തലയിൽ പ്രവർത്തിപ്പിച്ച് നമുക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. അവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി നമ്മളെ ഫസ്റ്റ് എക്സിറ്റ് എടുക്കാനാണ് റൗണ്ട് അബൌട്ടിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ നമ്മുടെ വണ്ടി തിരികെയല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് നേരെ പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ട് മറ്റെവിടുന്ന് റൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ ദൈവം തോന്നിപ്പിച്ചു അവിടെ ഒരു റൗണ്ട് അബൌട്ടിൽ ഒരു ഫുൾ റൗണ്ട് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങ് പോകാമെന്നുള്ളത്. അങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ ഒരു വിധത്തിൽ പോയി ലോഡ് കയറ്റാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അതാ ഇത്ര വലിയ കുലുക്കവും കാര്യങ്ങളും എല്ലാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ എക്സ്ട്രീം ഡിഫിക്കൽട്ട് സാഹചര്യത്തിൽ ഉണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ തോന്നിയല്ല. കാരണം നമുക്ക് ആ സാഹചര്യം കടന്നു കിട്ടാനല്ലേ നമുക്ക് തോന്നുന്നത്. അതേസമയം നമ്മൾ ടീം ഡ്രൈവറും കൂടെ ഉണ്ടെന്നുണ്ടായി. ടീം ഡ്രൈവർ ആ വഴികളൊക്കെ ഓൾറെഡി മാപ്പിൻ്റെ അകത്ത് നോക്കി ഇന്ന പോണതാണോ അല്ലെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോഴത്തേക്കും നമുക്ക് GPS ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, റോഡിൻ്റെ അറ്റ്മോസ്ഫിയർ നോക്കുന്നുണ്ട്, ലോ ഹാങ്ങിങ് ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടോ നോക്കുന്നുണ്ട്, ബ്രിഡ്ജ് വരുന്നുണ്ടോ നോക്കുന്നുണ്ട്, മരങ്ങളും ചെടികളും ഇതിലിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒപ്പം നമുക്ക് മാപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റിയല്ലേ. അതിലൊരു മാപ്പിട്ടങ്ങ് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ ഇവിടുത്തെ ലോഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ പോയി നോക്കാം. 5000 LB ഉള്ളതെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. ഏകദേശം 1/4 മണിക്കൂറോടെ കഴിയണം. നമ്മുടെ ആ റെസ്റ്റ് ബ്രേക്ക് മറ്റേ സ്പ്ലിറ്റ് ഷിഫ്റ്റിൻ്റെ സാധനം ഉണ്ടല്ലോ, ഓ മൈ ഗോഡ്. അതിൻ്റെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സ്ക്രാപ്പ് എന്ന് പറയുന്ന എന്തൊക്കെയോ സാധനങ്ങളാണിത്. എനിക്ക് തോന്നുന്നു ഈ MT ഇതിൻ്റെ അകത്തായിരിക്കണം സാധനം.
എന്താണ് സാധനം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തോ ഒരു ലെഫ്റ്റ് ഓവറാണ് മാനുഫാക്ചറിങ് എല്ലാം കഴിഞ്ഞിട്ട്. നമുക്കെന്തായാലും പോയി ലോഡ് സെക്യൂർ ചെയ്തേക്കാം. ലോഡ് സെക്യൂർ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ എവിടെയെങ്കിലും നമ്മളെ പോലീസ് പുള്ളവർ ചെയ്യോ വണ്ടി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലോഡ് സെക്യൂർ ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേര് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെന്നാ സംഭവം എന്നറിയാമോ? നമ്മുടെ ഇലക്ട്രോണിക്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊന്നും പറ്റാണ്ടിരിക്കാനുള്ള ഈ ചെറിയ സ്പഞ്ചുകളില്ലേ, തെർമോക്കോളല്ല, മറ്റേ ഞെങ്ങണ ടൈപ്പ് സാധനം, ആ ടൈപ്പ് സാധനം. അങ്ങനെ സീലെല്ലാം ഇട്ട് സെറ്റപ്പായി. ഇനി നേരെ സാർണിയ ബോർഡർ വഴി നേരെ യാർഡ്.